ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് പോയട്രി പ്രസൻറ്റേഷൻ. JRF, നെറ്റ്, PGTRB പോലുള്ള എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആസ്പിരൻ്റ് ആണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് പോയത്തിനെ കുറിച്ചുള്ള സമ്മറി, ക്രിട്ടിക്കൽ അനലൈസിസ്, നോട്ട്സ് എല്ലാം എടുക്കും. അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റ് വായിക്കാനായിട്ട് എപ്പോഴും മറന്നു പോകാറുണ്ട്. സോ ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ഇനി ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ ഫസ്റ്റ് ഒരു പോയട്രി പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റ് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പോയട്രി ആൻഡ് പോയറ്റിൻ്റെ നെയിം നിങ്ങൾ കമ്പൽസറി ആയിട്ടും പഠിച്ചു വെച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് പോയട്രി ഒരേ പേരിലുള്ള പലതരം പോയട്രീസ് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഏത് പോയറ്റിൻ്റെ പോയട്രിയാണോ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന് തന്നിരിക്കുന്നത്, സോ സിലബസ് തറവായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ പഠിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ നോട്ട്സ് നമ്മൾ എടുത്തു വയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ അതിൻ്റെ സമ്മറി നന്നായിട്ട് അറിഞ്ഞിരിക്കണം, അതിൻ്റെ നോട്ട്സ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം, ക്രിട്ടിക്കൽ അനലൈസിസ് എല്ലാം നമ്മൾ ചെയ്തിരിക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട്, ഇപ്പോൾ നമ്മൾക്ക് ഒരു 60 പോയിൻറ്റ്സ് അല്ലെങ്കിൽ 50 പോയിൻറ്റ്സ് ആണ് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന് തന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, പ്രിപ്പയർ ചെയ്യാൻ തന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഒന്നുകിൽ നമ്മൾ ഒരു 17 ഡീറ്റെയിൽസ് അതിൻ്റെ എഴുതി വയ്ക്കാനുണ്ട്. അത് നമ്മൾ ഒന്നുകിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ നമ്മളത് എഴുതി നോട്ട്സ് ആക്കിയിട്ട് വയ്ക്കുക. സോ എന്തൊക്കെയാണ് ഇതെന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം പറഞ്ഞു, ഒറിജിനൽ ടെക്സ്റ്റ് വായിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം ഒറിജിനൽ ടെക്സ്റ്റ് വായിച്ചെങ്കിൽ മാത്രമേ ഏത് ലൈനിൽ ഏതൊക്കെ ലൈൻസ് ഏതൊക്കെ പോയത്തിൻ്റെ ആണെന്ന് നമുക്ക് ക്ലിയർ കട്ടായിട്ട് മനസ്സിലാവുള്ളൂ. സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എക്സാംസിന് ചോദിക്കുകയാണ്, ഒരു 3 to 4 ലൈൻസ് കൊടുത്തിട്ട് ഇത് ഏത് പോയത്തിൽ നിന്നാണെന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി അതൊരു ട്വൈസ് എങ്കിലും ആ ഒരു പോയം നമ്മൾ റീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് ഇവിടെ ഞാൻ കൊടുക്കുന്ന ഒരു 17 ഡീറ്റെയിൽസ് ഉണ്ട്. സോ ഈ ഒരു 17 ഡീറ്റെയിൽസ് നിങ്ങൾ മാക്സിമം നിങ്ങൾ റൈറ്റ് ഡൗൺ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കാനായിട്ടോ ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ പോയത്തിൻ്റെ പേര് നമ്മൾ എഴുതി വയ്ക്കുക. ആൻഡ് സെക്കൻഡ് വൺ പോയറ്റ്, ഏത് പോയറ്റാണ് അത് എഴുതിയിരിക്കുന്നത് നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുക. റിട്ടൺ ആൻഡ് പബ്ലിഷ്ഡ് ഇയർ നമ്മൾ എഴുതി വയ്ക്കുക. റിട്ടൺ ആൻഡ് പബ്ലിഷ്ഡ് ഇയർ എഴുതി വയ്ക്കേണ്ടതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റിട്ടൺ ചില പോയത്തിന് എഴുതിയിരിക്കുന്ന വർഷം വേറെയും അതുപോലെ തന്നെ അത് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഇയറും വേറെ ആയിരിക്കും. അതുപോലെ ഏത് പബ്ലിക്കേഷൻസിലാണ് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മളത് നോട്ട് ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ്. ചില പോയംസിന് റിട്ടൺ ഇയർ മാക്സിമം കൊടുത്തിട്ടുണ്ടായിരിക്കില്ല, പക്ഷേ ഓൾമോസ്റ്റ് ഒരു 30 to 40% പോയംസിനും റിട്ടൺ ആയിട്ടുള്ള വർഷങ്ങളും കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുള്ളതും രണ്ടും വ്യത്യാസം ഉണ്ടായിരിക്കും. സോ ഇത് നമ്മൾ നല്ല ഡിഫറൻഷ്യേറ്റ് ചെയ്ത് തന്നെ നമ്മളത് പഠിച്ച് വെക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മാറിപ്പോകാനും നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് റിട്ടൺ ആൻഡ് പബ്ലിഷ്ഡ് 2 ഇയറും വന്നിട്ട് ഓപ്ഷൻസിൽ കൊടുക്കാനുള്ള സാധ്യത ഉണ്ട്. സോ റിട്ടൺ ഇയർ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് കൺഫ്യൂസ് ആവും. സോ അതുകൊണ്ട് നമ്മളത് തറവായിട്ട് പഠിച്ച് വെക്കേണ്ടത് അത്യാവശ്യമാണ്. നെക്സ്റ്റ് ഈസ് കളക്ഷൻ. ഈ ഒരു പോയം, ഒരു പെർട്ടിക്കുലർ പോയം ഏത് കളക്ഷൻസിൽ ഉൾപ്പെട്ടതാണ്, ഏത് കളക്ഷൻസിലാണത് വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഫിഫ്ത്ത് വൺ ഈസ് സബ് ടൈറ്റിൽ. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ പോയത്തിന് അതർ നെയിം ഓഫ് ദി പോം, ആ ഒരു പോയത്തിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്നുള്ളത് കൂടെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. മോസ്റ്റ് ഓഫ് ദി പോയംസിന് വേറെ പേരുകൾ ഉണ്ടായിരിക്കുന്നതാണ്. സോ അതുകൂടി നമ്മൾ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. മേ ബി നമുക്ക് വേറെ ഒരു പേരിലായിരിക്കാം ഈ നമ്മൾ പഠിക്കുന്ന പെർട്ടിക്കുലർ പോയത്തിൻ്റെ വേറെ അതർ നെയിമിലായിരിക്കും മേ ബി നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റണം ഇതാണ് ചോദിക്കുന്നത് എന്നുള്ളത്. നെക്സ്റ്റ് നമ്മൾ കമ്പൽസറി ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഓപ്പണിംഗ് ലൈൻ. പോയത്തിൻ്റെ ഫസ്റ്റ് ലൈൻ എല്ലാ പോയത്തിൻ്റെയും ഇപ്പോൾ ഒരു 60 or 100 പോയിൻറ്റ്സ് നമുക്ക് പഠിക്കാനുണ്ടെങ്കിലും ആ പോയത്തിൻ്റെ ഫസ്റ്റ് ഒരു 2 ലൈൻസ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്തേ പറ്റൂ. കാരണം മോസ്റ്റ് ഓഫ് ദി പോയംസിൻ്റെ ഓപ്പണിംഗ് ലൈൻ ചോദിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നെക്സ്റ്റ് സോഴ്സ്. ഈ ഒരു പോയം എടുത്തിരിക്കുന്ന സോഴ്സ് എന്ത് സോഴ്സിൽ നിന്നാണ് ഈ ഒരു പോയം എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. നെക്സ്റ്റ് വൺ ഇസ് ഡെഡിക്കേറ്റഡ് ടു. ഇപ്പോൾ ഈ ഒരു പോയം മറ്റൊരാൾക്ക് വേണ്ടി അത് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്പെൻസറിൻ്റെ പ്രോത്തലാമീൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പോയം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ലേഡി എലിസബത്ത് ആൻഡ് ലേഡി കാത്രിൻ സോമർസെറ്റ് ഇല്ല. സോ അവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന പോയാണ്. സോ ഈ ഒരു പോയം നമ്മൾ ആർക്ക് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു പോയം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പെർട്ടിക്കുലർ പോയം നമ്മൾ
ആർക്ക് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുക. നെക്സ്റ്റ് വൺ ഇസ് സ്റ്റാൻസാസ്. ഒരു പോയത്തിൽ എത്ര സ്റ്റാൻസാസ് ഉണ്ട് എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ആൻഡ് ലൈൻസ്, എത്ര ലൈൻസ് ഇൻക്ലൂഡഡ് ആണ്. ഇപ്പോൾ മേ ബി ഒരു പോയത്തിൽ 858, 180, 2000, 14, 58 ഇങ്ങനെ ഓരോ പോയത്തിനും ഓരോ ലൈൻസ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. സോ മേ ബി ലാർജ് ആയിട്ടുള്ള വലിയ പോയംസ് ഉണ്ടായിരിക്കും, ഷോർട്ട് ആയിട്ടുള്ള പോയംസ് ഉണ്ടായിരിക്കും. സോ അക്കോർഡിംഗ്ലി ഓരോ പോയംസ് എത്ര ലൈൻസ് ആണ് എന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് എഴുതി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ ഇസ് ദ സ്റ്റൈൽ. ഈ ഒരു പോയം, നമ്മൾ പഠിക്കുന്ന പെർട്ടിക്കുലർ പോയം ഏത് സ്റ്റൈലിലുള്ളതാണ്. ഇപ്പോൾ ഒരു കൺവെൻഷണൽ സ്റ്റൈലാണോ, സോണറ്റ് ആണോ, അല്ലെങ്കിൽ ഒരു പാസ്റ്ററൽ എലിജിയാണോ, ഒരു എപ്പിക്കാണോ, അതിൻ്റെ സ്റ്റൈൽ എന്താണ് എന്നുള്ളത് പെർട്ടിക്കുലർലി എഴുതി വയ്ക്കാം. നെക്സ്റ്റ് വൺ ഇസ് ദ റൈമിംഗ് സ്കീം. സോ മോസ്റ്റ് ഓഫ് ദി പോയംസിന് വന്നിട്ട് റൈമിംഗ് സ്കീം ഉണ്ടാവും. അതുപോലെ തന്നെ അൺറൈംഡ് സ്കീമുള്ള പോയംസ് ഉണ്ടായിരിക്കും. അതുപോലെ ബ്ലാങ്ക് വേഴ്സ് ആയിട്ടുള്ളത് ഉണ്ടായിരിക്കും. സോ അതെന്താണ് എന്നുള്ളത് പെർട്ടിക്കുലർലി സ്പെസിഫൈ ചെയ്ത് എഴുതി വയ്ക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെയുള്ളത് മീറ്റർ. ഇപ്പോൾ നമ്മൾ നമുക്കൊരു തന്നിരിക്കുന്ന പോയം അത് എന്ത് മീറ്ററിലാണ്, അയാംബിക്, പെൻറ്റാമീറ്റർ, ടെട്രാമീറ്റർ, ഇതുപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. സോ എന്ത് മീറ്ററിലാണ് നമ്മുടെ പോയം ഇരിക്കുന്നത് എന്നുള്ളത് നമ്മൾ എഴുതി വയ്ക്കുക. നെക്സ്റ്റ് സെറ്റിംഗ്. ഇപ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ പോയം തന്നിട്ടുണ്ട്. ആ ഒരു പോയം എവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മേ ബി ഒരു ടൗണിലായിരിക്കാം, ആ ടൗണിൻ്റെ പേര്, അല്ലെങ്കിൽ ഒരു റിവർ, തേംസ് റിവർ ബേസ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു മിഡീവൽ ഏജ് ആ ഒരു പീരീഡിലായിരിക്കാം. സോ ഓരോ സെറ്റിങ്സ് കൊടുത്തിട്ടുണ്ടാവും. ഓരോ പോയംസ് എവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മേ ബി ചിലതിനുണ്ടായിരിക്കില്ല. സോ അത് നമ്മൾ അറിഞ്ഞു വയ്ക്കുക. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിവർ, സീസൺ, മന്ത്, മൗണ്ടെയിൻ. ഈ ഒരു 4 കാര്യങ്ങൾ മോസ്റ്റ് ഓഫ് ദി പോയംസിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും അല്ലേ. സോ ആ ഒരു പോയത്തിൽ കൊടുത്തിരിക്കുന്ന റിവർ, അതിൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേര്, പോയത്തിൻ്റെ റിവറിൻ്റെ പേര്, അതുപോലെ തന്നെ എന്ത് സീസണാണ് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്, സ്പ്രിംഗ് ആണോ, ഓട്ടം ആണോ, അതുപോലെ സമ്മറാണോ, എന്ത് സീസണാണ് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് അത്, അതുപോലെ തന്നെ ഏത് മാസം, മന്താണ് അതിൽ കൊടുത്തിരിക്കുന്നത്, അതുപോലെ എന്തെങ്കിലും മൗണ്ടെയിനിൻ്റെ പേര് സ്പെസിഫൈ ചെയ്ത് അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാം നമ്മൾ പെർട്ടിക്കുലർലി എഴുതി വയ്ക്കുക. നെക്സ്റ്റ് വൺ ഇസ് നറേറ്റർ. പോയത്തിൻ്റെ നറേറ്റ് ചെയ്യുന്നത് മേ ബി മോസ്റ്റ് ഓഫ് ദി പോയംസ് വന്നിട്ട് സ്പീക്കർ തന്നെയാണ്, ഇതിൻ്റെ പോയറ്റ് തന്നെയായിരിക്കും. അല്ലെങ്കിൽ ഇൻ അതർ കേസ് ആരാണോ, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സോ, അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സൺ ആണോ, അല്ലെങ്കിൽ ഒരു അൺനോൺ പേഴ്സൺ ആയിട്ട് അങ്ങനെയൊക്കെ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. സോ നറേറ്റർ ആരാണ് എന്ന് കൂടി നമ്മളതിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. ലാസ്റ്റ് വൺ ബട്ട് ദ ഇമ്പോർട്ടൻറ്റ് വൺ ഇസ് റീഫ്രെയിൻ. സോ ഇംഗ്ലീഷ് പോയട്രീനെ സംബന്ധിച്ചിടത്തോളം റീഫ്രെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, അല്ല നമ്മൾ ഫിഗർ ഓഫ് സ്പീച്ചസിൽ പഠിച്ചിട്ടുള്ളതാണ്. റിപ്പീറ്റേഷനായിട്ട് വരുന്ന ലൈൻസാണ് റീഫ്രെയിൻ എന്ന് പറയുന്നത്. സോ ഒരു പോയത്തിൽ റിപ്പീറ്റേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ലൈൻസ് പെർട്ടിക്കുലർലി വരുന്നുണ്ടെങ്കിൽ ആ ഒരു ലൈൻ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രോത്തലാമിയൻ എന്ന് പറയുന്ന സ്പെൻസറിൻ്റെ പോയത്തിൽ റീഫ്രെയിൻ ആയിട്ട് വരുന്നത് against their bridal day which was not long, and next one is the sweet themes run softly till I end my song. സോ ഈ 2 ലൈൻസ് ആണ് ഇതിൽ റിഫ്രെയിൻ ആയിട്ട് വരുന്നത്. സോ ഇതുപോലെ മറ്റുള്ള പോയംസിലും ഇതുപോലെ റിഫ്രെയിൻസ് ആയിട്ട് വരുന്നുണ്ടാവും. മോസ്റ്റ് ഓഫ് ദി പോയംസ് റിഫ്രെയിൻസ് ഉണ്ട്, അതുപോലെ തന്നെ റിഫ്രെയിൻസ് ഇല്ലാത്ത പോയംസും ഉണ്ടാകും. സോ ഇത്രയും കാര്യങ്ങൾ, ഈ 17 പോയിൻറ്റ്സ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് നമ്മളത് ഓരോ പോയത്തിനും കണ്ടൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് നമ്മൾ കോളൻ വരച്ച് ഈ 17 കാര്യങ്ങൾ നമ്മൾ എഴുതി സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കുക. പറ്റുമെങ്കിൽ അതിനായിട്ടൊരു നോട്ട്ബുക്ക് വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമുക്ക് ഈ പെട്ടെന്ന് പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എക്സാം ഹാളിലേക്കൊക്കെ കയറുന്ന ആ ഒരു ഹറിബറി ടൈമിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്കൊന്ന് വായിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ നമ്മുടെ ടെസ്റ്റ് ബാച്ചസ് ഒക്കെ എഴുതുന്ന സമയത്തും എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നത് അല്ലേ. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ MCQ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ പുതിയതായിട്ട് കിട്ടുന്ന MCQ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ റൈറ്റ് ഡൗൺ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോയിലുള്ളത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.